നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. വിവാദങ്ങളിൽ കുരുക്കിയ പാലത്തായി പോക്സോ കേസ് ഇപ്പോഴിതാ പ്രതി പത്മരാജന്റെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നു. പുനരന്വേഷണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത്. ഒപ്പം പ്രതി പത്മരാജന് ജാമ്യവും. തുടക്കം മുതൽ രാഷ്ട്രീയ നിയമവിവാദങ്ങളിൽ ഉലഞ്ഞ പാലത്തായി പോക്സോ കേസ് ഇപ്പോഴിതാ പ്രതി പത്മരാജന്റെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചതോടെ ഈ കേസ് നിർണായകമായ മറ്റൊരു തലത്തിലെത്തി. വിചാരണ കോടതി വിധിയിൽ പ്രഥമ ദൃഷ്ട്യാ തെറ്റുണ്ട് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും പൊരുത്തക്കേടുകളുമുണ്ട് എന്ന് തുടക്കം മുതൽ BJP ആരോപണമുന്നയിച്ചിരുന്നു. തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ ചോദ്യം ചെയ്ത് പത്മരാജൻ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന വിധി. തെളിവുകൾ വിലയിരുത്തിയതിൽ കീഴ്ക്കോടതിക്ക് കാതലായ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. അപ്പീലിൽ വാദിക്കാൻ പ്രതിഭാഗത്തിന് വ്യക്തവും ന്യായവുമായ കാരണങ്ങളുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇരയായ കുട്ടിയെ യാതൊരു വിധത്തിലും കുറ്റപ്പെടുത്താതെയും അധിക്ഷേപിക്കാതെയും പ്രോസിക്യൂഷൻ വാദത്തിലെ പ്രകടമായ വൈരുദ്ധ്യങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ കുട്ടിയുടെ മൊഴികളിൽ കടന്നുകൂടിയ വലിയ പൊരുത്തക്കേടുകൾ, അതിശയോക്തിപരമായ വിശദീകരണങ്ങൾ ഇവയൊക്കെ പ്രതിഭാഗ വാദത്തിന് ബലം നൽകുന്നുവെന്ന് കോടതി കണ്ടെത്തി. കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സ്കൂളിലെ സാഹചര്യങ്ങളും കോടതി സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചത്. 600ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ സജീവമായ ക്ലാസ് മുറികൾക്ക് തൊട്ടടുത്ത് ഇടുങ്ങിയ ശുചിമുറിയിൽ വെച്ച് അധ്യാപകരുടെയോ മറ്റു കുട്ടികളുടെയോ ശ്രദ്ധയിൽപ്പെടാതെ പലതവണ ഇത്തരമൊരു സംഭവം നടന്നു എന്നത് യുക്തിഭദ്രമായ ആരോപണമല്ല. അതുകൊണ്ട് തന്നെ പ്രതിഭാഗത്തിൻ്റെ സംശയം ന്യായോചിതമെന്ന് കോടതി വിലയിരുത്തി. കേസിലെ നിർണായക തെളിവുകളടക്കം മെഡിക്കൽ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടി. കുട്ടിയെ ആദ്യം പരിശോധിച്ച ഡോക്ടർ പീഡനം നടന്നതായി രേഖപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ പരിക്കുകൾ ഫംഗൽ ഇൻഫെക്ഷൻ മൂലമുള്ള ചൊറിച്ചിൽ കൊണ്ട് സംഭവിക്കാവുന്നതാണ് എന്ന് ഡോക്ടർ നൽകിയ മൊഴി കോടതി ചൂണ്ടിക്കാട്ടി. കേസ് അന്വേഷിച്ച 3 വ്യത്യസ്ത അന്വേഷണ സംഘങ്ങൾ പരസ്പര വിരുദ്ധമായ നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണ ഏജൻസികൾ മാറി മാറി നടത്തിയ അന്വേഷണം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കേസിന്റെ കുറ്റപത്രത്തിലെ സുതാര്യതയെ ബാധിച്ചു എന്ന് കോടതി എടുത്തു പറഞ്ഞു. പാലത്തായി പോക്സോ കേസ് ഏറെ വിവാദങ്ങൾ ഉയർത്തിയ ഈ കേസിന്റെ നാൾവഴികൾ ഇങ്ങനെ. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു അധ്യാപകനായ പത്മരാജൻ. ഇതോടെ ആ മേഖലയിൽ ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഉരുണ്ടുകൂടി. ചിലർ പത്മരാജന് നേർക്ക് പോർവിളികൾ നടത്തി. പിന്നീട് കേരളം കേട്ടത് ഞെട്ടിക്കുന്ന ഒരു പരാതിയുടെ പിന്നാമ്പുറ കഥകൾ. ഒരു 10 വയസ്സുകാരി സ്കൂളിലെ അധ്യാപകനെതിരെ ലൈംഗിക പീഡനം ആരോപണം ഉന്നയിക്കുന്നു. അന്വേഷണ സംഘം പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങി. പിന്നീട് ചാർജ് ഷീറ്റ് വലിയ വിവാദമാകുന്നു. വീണ്ടും അന്വേഷണം. 2020 മാർച്ച് 17 പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസ്. പാലത്തായി സ്കൂളിലെ അധ്യാപകനായിരുന്ന K പത്മരാജനെതിരെ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 10 വയസ്സുകാരിയുടെ പരാതിയായിരുന്നു ഈ കേസിനാസ്പദം. 10 വയസ്സുകാരിയെ പത്മരാജൻ ശുചിമുറിയിൽ വെച്ച് നിരന്തരം പീഡിപ്പിച്ചു എന്നായിരുന്നു കേസിന്റെ ഉള്ളടക്കം. ഏപ്രിൽ 15 പത്മരാജൻ അറസ്റ്റിലായി. പിന്നീട് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ആദ്യ ചാർജ് ഷീറ്റിൽ പോക്സോ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. പകരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് IPC എന്നീ വകുപ്പുകൾ ചുമത്തി. ഇത് കേസിൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിവെച്ചു. രാഷ്ട്രീയ സാമൂഹിക പ്രതിഷേധം കേരളത്തിൽ കനത്തു. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ലൈംഗിക പീഡന പരാതി അന്വേഷിച്ച കേസിൽ പോക്സോ വകുപ്പുകളില്ലാത്ത ചാർജ് ഷീറ്റ് എങ്ങനെ വന്നുവെന്ന ചോദ്യം. ആദ്യ അന്വേഷണ ഘട്ടത്തിൽ തന്നെ കുട്ടിയുടെ ആരോപണത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലപാടുയർന്നു. പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ കുട്ടി അധ്യാപകരോടുള്ള വിരോധം കാരണം ഇത്തരമൊരു പരാതി ഉന്നയിച്ചതാവാം എന്ന സംശയം ബലപ്പെട്ടു. കേസിന്റെ ആദ്യ അന്വേഷണ ഘട്ടത്തിൽ തന്നെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കേരളം തിരിച്ചറിഞ്ഞു. ഒടുവിൽ കുട്ടിയുടെ കുടുംബം കേസ് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്നു. തുടർന്നാണ് പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടത്. ADGP EJ ജയരാജന്റെ മേൽനോട്ടത്തിൽ DYSP TK രത്നകുമാർ ഉൾപ്പെട്ട സംഘം ഏറ്റവും ഒടുവിൽ അന്വേഷണം നടത്തി. 2021 ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. ഈ ചാർജ് ഷീറ്റിൽ പോക്സോ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വിവാദമായ ഈ അന്വേഷണ ഘട്ടമാണ് ഏറെ സംശയങ്ങൾക്കിടവരുത്തിയത്.
സംഭവവുമായി ബന്ധപ്പെട്ട ഫോറൻസിക് എവിഡൻസുകൾ പരിശോധിച്ചുവെന്ന് അന്വേഷണ സംഘം പറയുന്നു. അന്ന് ശുചിമുറിയിൽ നിന്ന് കുട്ടിയുടെ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു എന്ന് അന്വേഷണ സംഘം അവകാശപ്പെടുന്നു. പോക്സോ ചുമത്തിയുള്ള ഗുരുതര കുറ്റങ്ങൾ പത്മരാജനെതിരെയുള്ള ചാർജ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്നു. ഒടുവിൽ 2025 നവംബറിൽ തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധി പ്രസ്താവിച്ചു. പത്മരാജനെ കുറ്റക്കാരനായി കണ്ടെത്തിയ വിധി പോക്സോ വകുപ്പുകൾ പ്രകാരം 40 വർഷ തടവ്. ഒരൊറ്റ ദിവസത്തെ ഹിയറിംഗിനൊടുവിലാണ് പാലത്തായി UP സ്കൂൾ അധ്യാപകൻ പത്മരാജന് 40 വർഷ തടവും പിഴയും കോടതി വിധിച്ചത്. ഇത് നിരവധി വിമർശനങ്ങൾക്കിടവരുത്തി. മുൻ അന്വേഷണങ്ങളിലൊന്നും തെളിവായി ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ ACP TK രത്നകുമാർ നയിച്ച ഏറ്റവും പുതിയ അന്വേഷണത്തിൽ കേസിൽ ഏറ്റവും ശക്തമായ തെളിവ് തങ്ങളുടെ കയ്യിൽ ലഭിച്ചു എന്നവർ അവകാശപ്പെട്ടു. മുൻപ് കേസന്വേഷിച്ച 3 അന്വേഷണ സംഘങ്ങൾക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു നിർണായക തെളിവാണ് രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതാവട്ടെ രക്തസാമ്പിളുകൾ. നേരത്തെ IG ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ പീഡനത്തെക്കുറിച്ച് യാതൊരു തെളിവും കണ്ടെത്താത്ത സാഹചര്യത്തിൽ ശുചിമുറിയിൽ നിന്ന് ലഭിച്ച രക്തസാമ്പിളുകൾ ഏറെ നിർണായകമാണ് എന്ന് രത്നകുമാർ അവകാശപ്പെട്ടു. നേരത്തെ നവീൻ ബാബു കേസിൽ CPMനെ സംരക്ഷിച്ചതായി വിമർശിക്കപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു രത്നകുമാർ. പിന്നീട് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ മത്സരിക്കുന്ന കാഴ്ച. LDF സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് TK രത്നകുമാർ അവിടെ മത്സരിച്ചത്. നേരത്തെ വാദങ്ങൾ കേൾക്കുകയും കേസ് മുഴുവൻ പഠിക്കുകയും ചെയ്ത ജഡ്ജിയെ മാറ്റി പുതിയ ജഡ്ജി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയായിരുന്നു സുപ്രധാന വിധി പുറത്തുവന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന TK രത്നകുമാറിനെതിരെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ റഹീം ശക്തമായ ചില വിമർശനങ്ങളുമായി രംഗത്തെത്തി. കേസിൽ പീഡനം നടന്നു എന്ന് പറയുന്ന ശൗചാലയം രത്നകുമാറിന്റെ അന്വേഷണത്തിൽ മാറ്റിയെന്നും ശൗചാലയത്തിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ അതിജീവിതയുടേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനായില്ല എന്നുമായിരുന്നു റഹീമിന്റെ ആരോപണം. ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുക എന്ന തന്ത്രമാണ് രത്നകുമാർ അന്വേഷണത്തിൽ കൊണ്ടുവന്നത് എന്ന് റഹീം ആരോപിച്ചു. അന്വേഷണ സംഘം ശൗചാലയത്തിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നതിനെ ചൊല്ലിയായിരുന്നു പിന്നീട് ഉയർന്ന വിവാദങ്ങൾ. ചെറിയ അളവിലാണ് രക്തക്കറ അന്നത്തെ അന്വേഷണ സംഘം ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയത്. അവിടെ കൃത്രിമം നടന്നു എന്ന് റഹീം ആരോപണം ഉന്നയിച്ചു. നേരത്തെ പാലത്തായി പീഡനക്കേസിൽ അന്വേഷണ സംഘത്തെ നയിച്ചത് IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. IG S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ അമ്മ ഒരു ഹർജി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IG ശ്രീജിത്തിനെ മാറ്റി പുതിയ സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചത്. പഴയ അന്വേഷണ സംഘത്തിലെ ആരെയും പുതുതായി രൂപീകരിച്ച സംഘത്തിൽ ഉൾപ്പെടുത്തരുതെന്നും അന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ കേസിൽ പ്രതി പത്മരാജന് ജാമ്യം ലഭിച്ചിരുന്നു. ഇയാൾക്ക് അനുകൂലമായി കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള IG S ശ്രീജിത്ത് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നു. പത്മരാജന് ഹൈക്കോടതി ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു IG ഫോൺ സംഭാഷണം. അധ്യാപകനും BJP നേതാവുമായ പത്മരാജന്റെ വിധി ഹൈക്കോടതി മരവിപ്പിച്ചതോടെ പുറത്തുവരുന്നത് വൻ ഗൂഢാലോചനയാണ് എന്ന് BJP ആരോപണമുന്നയിച്ചു. സംഭവത്തിൽ അന്നത്തെ CPM സർക്കാരിന് പോലും പത്മരാജൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് വിചാരണ കോടതി ഏകപക്ഷീയമായ കഠിന ശിക്ഷാവിധിയാണ് പുറപ്പെടുവിച്ചത് എന്ന് പരക്കെ ആക്ഷേപമുയർന്നിരുന്നു. ഇരയായ പെൺകുട്ടിയുടെ വാദങ്ങളിൽ കടുത്ത വൈരുദ്ധ്യങ്ങളും വൻ കൂട്ടിച്ചേർക്കലുകളുമുണ്ട് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. സംഭവം നടന്നതായി പറയുന്ന സ്ഥലം അധ്യാപകരും വിദ്യാർത്ഥികളും നിരന്തരം ഉപയോഗിക്കുന്ന ഭാഗത്താണെന്നും ഹെഡ് മിസ്ട്രസിൻ്റെ മുറിക്ക് തൊട്ടടുത്തുള്ള ഈ സ്ഥലത്ത് വെച്ച് അത്തരം സംഭവങ്ങൾ നടക്കാൻ സാധ്യതയില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സംഭവം നടന്നതായി പറയപ്പെടുന്ന സ്കൂൾ ടോയ്ലറ്റിനെ കുറിച്ചുള്ള വിവരണങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്നും കോടതിയിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ആദ്യഘട്ടത്തിൽ കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ടിൽ ലൈംഗികാതിക്രമത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, അണുബാധ മൂലം ചൊറിഞ്ഞതുകൊണ്ടുണ്ടായ പരിക്കുകളാകാം എന്ന് തുടർന്നുള്ള വൈദ്യപരിശോധനയെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അഭിഭാഷകൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. കേസിന്റെ മറവിൽ BJP നേതാവിനെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുകയായിരുന്നുവെന്നാണ് തുടക്കം മുതൽ BJP ആരോപണമുന്നയിച്ചിരുന്നത്. വിചാരണ കോടതി വിധിയിലെ പിഴവുകളും തെളിവുകളിലെ പൊരുത്തക്കേടുകളും ഹൈക്കോടതി തന്നെ എടുത്തു പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: ഈ കേസന്വേഷണത്തിൽ വലിയ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു.
കർശന ഉപാധികളോടെയാണ് പത്മരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 1 ലക്ഷം രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യവും ഹാജരാക്കണം. പെൺകുട്ടി താമസിക്കുന്ന റവന്യൂ ജില്ലയിൽ പ്രവേശിക്കരുത്. ഇരയെയോ കുടുംബാംഗങ്ങളെയോ സാക്ഷികളെയോ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കരുത്. മാധ്യമങ്ങളിലോ സോഷ്യൽ മാധ്യമങ്ങളിലോ പ്രതികരണങ്ങൾ നടത്തരുത്. അനുമതിയില്ലാതെ രാജ്യം വിടരുത്. പാലത്തായി കേസ് ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ മാത്രം കഥയല്ല. ഒരു കുട്ടിയുടെ മൊഴി, അന്വേഷണത്തിലെ വിശ്വാസ്യത, ഫോറൻസിക് എവിഡൻസ്, പോക്സോ നിയമം, കോടതി വിധി എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു. ഏറെ നിർണായകമായ ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിക്കുമ്പോൾ മറുവശത്ത് പത്മരാജൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യം. തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധി പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെ ആ അധ്യാപകനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. നിരപരാധിയാണോ പത്മരാജൻ? അതൊക്കെ കാലം തെളിയിക്കട്ടെ. എന്നാൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കാതൽ അതിവിടെ സംരക്ഷിക്കപ്പെടണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.